ഹായ് ഹലോ. ഞാനിന്ന് എൻ്റെ വീട്ടിലാണ്. എൻ്റെ വീടെന്ന് പറയുമ്പം ഉമ്മാടെയും വാപ്പയുടെയും വീട്. അപ്പം വീട് തൊട്ടടുത്തായത് കാരണം എനിക്ക് എപ്പോഴും അവിടെ പോയി വരികയൊക്കെ ചെയ്യാം. അവിടുന്ന് ഫുഡ് കഴിക്കാം, അവിടെ കുക്ക് ചെയ്യാം. അങ്ങനെ കുറേ അഡ്വാൻറ്റേജ് ഉണ്ട് എൻ്റെ വീട് തൊട്ടടുത്തായതുകൊണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ അവിടെ ആയിരുന്നു. രാവിലെ ആയപ്പോൾ ഞങ്ങൾ അങ്ങ് വീട്ടിലേക്ക് പോയി. അങ്ങനെ അവിടെ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കിയത് നെച്ചോറാണ് ഉണ്ടാക്കിയത്. എളുപ്പമാണ് ഈ നെച്ചോറ് വെക്കാൻ. കുറച്ച് സമയത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. അങ്ങനെ നെച്ചോറെല്ലാം വെച്ചു. ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ വിചാരിച്ചെന്നാൽ ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നെച്ചോറിൻ്റെ വീഡിയോ എടുക്കുകയാണ്. അപ്പം മക്കൾ നടുക്കുട്ടി അവിടെ വന്നിങ്ങനെ പപ്പടത്തിന് നോക്കിയിരിക്കുകയാണ്. പപ്പടം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പപ്പടത്തിന് നല്ല ഷോർട്ടേജ് ആയിരുന്നു. പപ്പടം വാങ്ങാൻ മറന്നുപോയി. പപ്പടം ഉണ്ടെന്ന് വിചാരിച്ച്. സാധാരണ പപ്പടം എപ്പോഴും വീട്ടിൽ കാണുന്നതാണ്. അങ്ങനെ പപ്പടം കഴിച്ചുകൊണ്ട് നടുക്കുട്ടി ഇരിക്കുകയാണ്. അമ്പോ അതിൻ്റെ ഇടയ്ക്കൂടെ വന്ന് മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പ് എടുത്തുകൊണ്ട് പോവുകയാണ്. പിന്നെ പരിപ്പ് കറി ഉണ്ടാക്കി. പരിപ്പ് കറി മക്കൾക്കാണ് ഉണ്ടാക്കിയത്. എന്നാലും എല്ലാവരും ഒഴിക്കും. കാരണം നെയ്ച്ചോറിൻ്റെ കൂടെ പരിപ്പ് കറി ഒരു ടേസ്റ്റുള്ള കാര്യമല്ലേ. അങ്ങനെ നല്ല ചിക്കൻ കറിയൊക്കെ ഇത് ഉമ്മ ഉണ്ടാക്കിയ ചിക്കൻ കറിയാണ് കേട്ടോ. ഉമ്മയ്ക്ക് ചിക്കൻ കറിയിൽ ഉമ്മ നല്ല എക്സ്പേർട്ടാണ്. ഇറച്ചിക്കറി അത്യാവശ്യം നല്ല രീതിയിൽ ഉമ്മ വെക്കും. ഞാൻ വെക്കുന്നതിൽ എനിക്കിഷ്ടം ഉമ്മ വെക്കുന്നതാണ് കേട്ടോ. നമുക്കത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ. നമ്മളുണ്ടാക്കി കഴിക്കുന്നതിൽ നല്ലതല്ലേ നമ്മുടെ ഉമ്മ ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. കാരണം ഉമ്മയുടെ ഫുഡ് എനിക്ക് എപ്പോഴും കഴിക്കാം. ഞാൻ കല്യാണം കഴിഞ്ഞെങ്കിലും എനിക്ക് എൻ്റെ ഉമ്മയുടെ ഫുഡ് അങ്ങനെ മിസ് ചെയ്യേണ്ട ഒരു കാര്യം എനിക്ക് വന്നിട്ടില്ല. അങ്ങനെ ഇന്നത്തെ